തിരുവനന്തപുരം MG കോളേജ് യൂണിയൻ ചെയർമാൻ, SFI കൊല്ലം ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ പ്രസിഡന്റ്, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. VS മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കെയാണ് ശ്രീ ബാലഗോപാൽ അവർ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. 2010 മുതൽ 2016 വരെ രാജ്യസഭാംഗമായി പ്രവർത്തിച്ചു. CPM-ന്റെ രാജ്യസഭാ കക്ഷി ഉപനേതാവായിരുന്നു. 2016 ഇന്ത്യയിലെ ഏറ്റവും മികച്ച രാജ്യസഭാംഗത്തിനുള്ള സൻസദ് രത്ന പുരസ്കാരം ലഭിച്ചു. പൊതുമേഖലാ ബാങ്കിലെ ജോലി ഉപേക്ഷിച്ചാണ് മുഴുവൻ സമയ പൊതുപ്രവർത്തനമാകുന്നത്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ നിർണായകമായ പല ഇടപെടലുകളും നടത്തിയ നേതാവാണ് ശ്രീ ബാലഗോപാൽ അവറുകൾ. UDF സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ SFI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ തന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം നടത്തിയ കാൽനട ജാഥ വലിയ ചർച്ചയായിരുന്നു. രാജ്യസഭാംഗം ആയിരുന്നപ്പോഴും അദ്ദേഹം നിർണായക ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ചരക്കു സേവന നികുതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ ഉയർത്തിയ വാദങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കർഷക സംഘം സംസ്ഥാന സെക്രട്ടറിയുമാണ്. 2021 കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടി രണ്ടാം പിണറായി സർക്കാരിലെ ധനവകുപ്പ് മന്ത്രിയായി. കോളേജ് അധ്യാപികയായ ആശാ പ്രഭാകരനാണ് ഭാര്യ. മക്കൾ കല്യാണി, ശ്രീകരി. NSS നേതാവ് ശ്രീ കലഞ്ഞൂർ മധു, ധനകാര്യ വിദഗ്ധനായ ഡോക്ടർ KN ഹരിലാൽ എന്നിവർ സഹോദരങ്ങളാണ്. വളരെ സ്നേഹത്തോടെ, അതിലേറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും കൊട്ടാരക്കരയുടെ അഭിമാനവുമായ നമ്മുടെ സ്വന്തം ശ്രീ KN ബാലഗോപാൽ സാറിനെ. Now we came to the Remembrance inauguration. It's my privilege to invite our chief guest, Sri KN Balagopal, Honorable Minister of Finance, Government of Kerala, to ignite the lamp and inaugurate the ceremony. പ്രിയമുള്ള പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ, സ്വാഗതമാശംസിച്ച ശ്രീ സുരേഷ് മുട്ടത്ത്, ശ്രീ SR രമേശ്, മുനിസിപ്പൽ ചെയർമാൻ, ഇൻകമിംഗ് പ്രസിഡന്റ് ശ്രീ ബിജു രാജ്, വേദിയിലെല്ലാം വിശിഷ്ടാതിഥികളുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം പരിപാടി താമസിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുടുംബാംഗങ്ങളെല്ലാം വന്നിട്ട് ഭക്ഷണത്തോടു കൂടിയാണ് ഇത് പിരിയേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം നമ്മൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്ന ആരെയും സ്നേഹത്തോടല്ല ആളുകൾ കാണുക എന്നതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. സാധാരണ ഈ പരിപാടി ഇതിൻ്റെ ഔപചാരികമായ ചടങ്ങുകളും നടപടിക്രമങ്ങളൊക്കെ അനുസരിച്ചാണ് നടക്കുന്നത്. നേരത്തെ ഇത്തരം പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഈ ഇൻസ്റ്റലേഷൻ 30th ഇൻസ്റ്റലേഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ പുതിയ പ്രസിഡന്റിന് ഈ അധികാര ചിഹ്നം ഇത് നൽകി ഇതാണ് പുതുതായിട്ട് ആളുകളെ ചുമതലപ്പെടുത്തുന്നത്. അപ്പം അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ മാസവും ഇങ്ങനൊരു എല്ലാവരും ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട് അല്ലേ, എല്ലാവരുടെ ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ ഫാമിലി എല്ലാം കൂടി വന്ന് ഒരുമിച്ച് എല്ലാവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ, ഒരു നല്ല ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ബിഗർ ഫാമിലിയുടെ ഫീലിങ്ങോട് കൂടി പോകുന്നതാണ് ഇതിൻ്റെ കാര്യം. അതോടൊപ്പം തന്നെ ധാരാളം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ആ കോവിഡിൻ്റെ സമയത്തൊക്കെ ഏറെ കാര്യങ്ങൾ ചെയ്തിരുന്നു.
ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ കോവിഡിന്റെ സമയത്ത് ഓക്സിജൻ റേറ്റ് കൊടുക്കാനും സൗകര്യം കൊടുക്കാനും ഒക്കെ പല കാര്യങ്ങളിലും നമ്മൾ സഹകരിച്ച് ആ സമയത്ത് പ്രവർത്തിച്ച ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ കുറേയേറെ ഞാൻ പറഞ്ഞ ഇത്തരം സംഘടനകൾ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒരുമിച്ച് ആളുകൾ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകുന്ന കാര്യമുണ്ട്. ആളുകൾ ഒരുമിക്കാൻ വേണ്ടി മാസത്തിലൊരിക്കലെങ്കിലും ചേരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. 100 നൂറ്റാണ്ടിലധികമായി പ്രവർത്തിക്കുന്ന, ലോകത്താകെ പ്രവർത്തിക്കുന്നതിൻ്റെ ചടങ്ങുകളും സമീപനങ്ങളും ഉണ്ട്. അവിടെ നിന്നുള്ള ആ രീതി ഇന്ത്യയിലാകെ ലോകത്താകെ ഇതേ രീതി തന്നെ തുടരുന്ന സംഘടനയാണ്. അപ്പം അതിനകത്ത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി വർക്ക് ചെയ്യാൻ വേണ്ടി അന്ന് യുവതലമുറയെ ആകർഷിക്കാൻ വേണ്ടി എല്ലാം തുടങ്ങിയ ഒരു വലിയ പ്രവർത്തനമാണ്. ഇവിടെയും കൊട്ടാരക്കരയിൽ ഇപ്പോൾ ഞാൻ ചോദിച്ചത്, ഇവിടെ നടക്കുന്ന സമയത്ത് തൊട്ടടുത്തും ഒരെണ്ണമുണ്ട്, ഞങ്ങൾ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ച് ഏഴ് ദിവസം തന്നെ ഇവർക്കെല്ലാം ഭാരവാഹികൾക്ക് പാടുന്ന സൗകര്യം തന്നെയാണ്. ഞാനാണെങ്കിൽ ഇന്ന് സത്യത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് പുറത്തൊരു പരിപാടിക്ക് പാടില്ലാത്ത സമയങ്ങളില്ല. ബഡ്ജറ്റാണ് ഞാൻ അന്തി പോകുന്നതല്ല. കൊട്ടാരക്കരയിൽ 2-3 പരിപാടി ഒരുമിച്ചെടുത്തിട്ടാണ് ഇന്ന് പോകുന്നത്. നാളെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പരിപാടികളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് ഈ പരിപാടികൾ നടക്കുന്നു. കൊട്ടാരക്കരയിൽ സജീവമായി ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ധാരാളം സംഘടനകളുണ്ട്. ഇത് മാത്രമല്ല, ലയൺസിൻ്റെയും റോട്ടറിയുടെയും എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ് കൊട്ടാരക്കര. നമ്മുടെ ജില്ലയിലെ തന്നെ ഒരു പ്രോമിനൻ്റായ സ്ഥലമായിട്ട് ജില്ലാ കേന്ദ്രം കഴിഞ്ഞാൽ വരുന്നൊരു സ്ഥലമാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടയർ സിറ്റീസിൽ ഒന്നായിട്ട് മാറിയിട്ടുള്ള, കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ നടക്കുന്ന യോഗത്തിന് തൊട്ടപ്പുറത്ത് ഇവിടെ IT യുടെ കാര്യം ഇവിടെ പറയുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു IT സ്ഥാപനം അവരുടെ പുതിയ ക്യാമ്പസ് തുടങ്ങുന്നത് ഇവിടെ ചേർന്നിട്ടാണ്. പിന്നെ സോഹോ കോർപ്പറേഷൻ, നമ്മുടെ ഗൂഗിൾ പോലെ ഉള്ള IT പ്രൊഡക്റ്റിൻ്റെ കമ്പനിയാണ്, സോഫ്റ്റ്വെയർ കമ്പനിയല്ല. ഈ ഓഫീസ് സ്യൂട്ട്, ജിമെയിൽ, അങ്ങനെയൊക്കെയുള്ള ജിമെയിൽ പോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കൊട്ടാരക്കരയിൽ അത്തരം കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ഈ നാടിന്, അതിന് വരുന്നതിന് ഒരു നിമിത്തമായി അത്തരം കാര്യങ്ങളിൽ അവരെ പോകാനും കൊണ്ടുവരാനും ഞാനും ഉണ്ടെങ്കിലും നമുക്ക് ഈ നാട്ടിന് അത്രയും സ്വാധീനം വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ R&D സെൻറ്റർ നേരത്തെ തുടങ്ങി. ഇപ്പോൾ ഇവിടെ അവർ 250 പേര് വർക്ക് ചെയ്യാവുന്ന ഒരു ഹൈ എൻഡ് IT കമ്പനിയാണ് ഈ സോഹോ. ഞങ്ങൾ മുനിസിപ്പൽ ചെയർമാനും ഞങ്ങളെല്ലാം കൂടി നടത്തുന്ന കുറേ ഒരുമിച്ച് നമ്മളെല്ലാം ചേർന്ന് ഇതുപോലെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കേട്ടിട്ടാണ് പല കാര്യങ്ങളും. ഡ്രോൺസ് റിസർച്ച് പാർക്ക് കൊട്ടാരക്കരയിൽ ഒരെണ്ണം വരുന്നുണ്ട്. ഡ്രോൺസ് ഇപ്പം വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഡ്രോൺ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് തുടങ്ങാനുള്ളതിന് കാര്യങ്ങളായി. ഇപ്പോൾ ഇത് 1-2 മാത്രമല്ല, കുറേയേറെ കാര്യങ്ങൾ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ നഴ്സിംഗ് കോളേജും നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജും എല്ലാം തുടങ്ങി. പുതിയ കാര്യങ്ങൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ കുറേയേറെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ BSNLൻ്റെ ബിൽഡിങ്ങിൽ ഇപ്പോൾ വർക്ക് നിയർ ഹോം ക്യാമ്പസായിട്ട് അത് മാറുകയാണ്. ഇപ്പം BSNLൻ്റെ ഒരു ബിൽഡിംഗ് 10,000 സ്ക്വയർ ഫീറ്റ് എടുത്തിട്ട് ഒരു നിർമ്മാണം ഇപ്പോൾ തുടങ്ങുകയാണ്. അതിൻ്റെ വാർത്തകൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. അതും ഈ ഏപ്രിൽ മെയ്യിലോടുകൂടി പ്രവർത്തനം ആരംഭിക്കാമെന്നാണ് കരുതുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഒരു നഗരത്തിൻ്റെ ഒരു വികസനത്തിൽ ധാരാളം ഘടകമ്പോളുകൾ വരുന്നുണ്ട്. ഇതിനകത്ത് വ്യാപാരികളായിട്ടുള്ള, വ്യവസായികളായിട്ടുള്ള ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. വ്യാപാര രംഗത്ത് നല്ലതുപോലെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം മാരുതിയുടെ ഒരു ഷോറൂം, പല ഏജൻസീസ് ഉണ്ട്, അതിനകത്ത് ഇൻഡസിൻ്റെ ഷോറൂം ഞങ്ങൾ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, കേരളത്തിൽ അതിനു മുമ്പ് 1 വർഷം മുമ്പോ 2 വർഷം മുമ്പ് അവരുടെ തൊട്ടപ്പുറത്തുള്ള മാരുതിയുടെ സർവീസ് സെൻറ്റർ ഒരെണ്ണം തുടങ്ങിയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സർവീസ് സെൻറ്റർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ഉള്ള ഷോപ്പ് കൊട്ടാരക്കരയാണ്, സർവീസ് വർക്ക്ഷോപ്പ്. അപ്പോൾ കൊട്ടാരക്കരക്കാർ മോശമല്ല എന്നുള്ളത് ആളുകൾക്ക് അറിയുന്ന തരത്തിലേക്കുള്ള ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷകരമാണ്. ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിനും കൂടുതൽ വിജയത്തിനും ഇത്തരം സജീവമായി നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു നാട്ടിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. അപ്പോൾ അത് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഈ യൂണിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇന്റർനാഷണലായിട്ട് തന്നെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ശീലമുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ സാമൂഹ്യമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് കൂടുതൽ പ്രവർത്തിക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയും എന്ന സന്തോഷത്തോടെ ഇന്നത്തെ ഈ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ.